മുണ്ടക്കൈയിലെ ദുരന്തത്തിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന കേരളത്തെ നടുക്കി ഒരു ആത്മഹത്യാ വാർത്ത. മകളുടെ പേരിൽ എല്ലാം എഴുതിവെച്ച് സ്വന്തം ചിതയൊരുക്കി 52കാരി ജീവനൊടുക്കി. തനിക്കുള്ളതെല്ലാം മകൾക്ക് എന്ന് കുറിപ്പ് എഴുതിവച്ച് ചിതയൊരുക്കി ജീവനൊടുക്കിയത് തൃശൂർ വാടാനപ്പള്ളി സ്വദേശിനിയാണ്. വാടാനപ്പള്ളി തൃത്തല്ലൂർ ഏഴാംകല്ല് കോഴിശ്ശേരി പരേതയനായ രമേശിന്റെ ഭാര്യ ഷൈനിയാണ് മരിച്ചത്. വീട്ടുവളപ്പിൽ മതിലിനോട് ചേർന്ന് വേലി കിട്ടുന്ന പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് വളച്ചുകെട്ടി അതിനുള്ളിൽ വിറകുകൾ കൂട്ടി ചിതയൊരുക്കിയാണ് 52കാരി ജീവനൊടുക്കിയത്. പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. ദുബായിലായിരുന്ന ഇളയ മകൾ ബിലു ഇന്നലെ പുലർച്ചെ വീട്ടിലെത്തിയപ്പോഴാണ് നടക്കുന്ന സംഭവം പുറം ലോകം അറിഞ്ഞത്. വീടിന്റെ മുൻവശത്ത് ആദ്യം കണ്ടത് താക്കോൽ വച്ച സ്ഥലം സൂചിപ്പിച്ച് ഒട്ടിച്ചു വച്ച കുറിപ്പടിയാണ്. വീടിനകത്ത് കയറിയപ്പോൾ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തുകയായിരുന്നു. മകൾ അയൽക്കാരെ വിളിച്ചു വരുത്തി നടത്തിയ തെരച്ചിലിലാണ് കത്തിത്തീർന്ന ചിത കണ്ടെത്തിയത്. തിങ്കളാഴ്ച സന്ധ്യയോടെ ഷൈനിയുടെ വീട്ടുവളപ്പിൽ നിന്ന് തീ ഉയരുന്നത് കണ്ടതായി അയൽക്കാർ പറഞ്ഞു. എന്നാൽ മകൾ വരുന്നതിനാൽ ചവറുകൾ അടിച്ചുകൂട്ടി കത്തിക്കുന്നതാകാമെന്നാണ് അയൽക്കാർ ധരിച്ചത്. പ്ലാസ്റ്റിക് ഷീറ്റ് മറിച്ചതിനാൽ കാഴ്ചയും വ്യക്തമായിരുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്തുവച്ചാണ് ഷൈനി ജീവനൊടുക്കിയത്. വാടകയ്ക്ക് കൊടുത്ത കടമുറിയുടെ വാടക മകളുടെ അക്കൗണ്ടിലേക്ക് അയച്ചാൽ മതിയെന്ന് വാടകക്കാരനോട് ഷൈനി പറഞ്ഞിരുന്നു. ഇതിനു പുറമെ ഷൈനിയുടെ അക്കൗണ്ടിലെ തുക മുഴുവൻ മകളുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയിരുന്നു. 1 വർഷം മുമ്പ് മെഡിക്കൽ വിദ്യാർത്ഥിനിയായിരുന്ന ഷൈനിയുടെ ഇളയ മകൾ കൃഷ്ണ മരിച്ചിരുന്നു. അതിനുശേഷം ഷൈനി മാനസികമായി അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നതായും പറയുന്നു. മൃതദേഹം വാടാനപ്പള്ളി പോലീസ് ഇൻക്വസ്റ്റിന് ശേഷം പോസ്റ്റ്മോർട്ടം നടത്തി.